തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. കാരണം ഇതിച്ചിട്ട് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. കാരണം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈവിട്ട് പോയിട്ടാണ് ഇപ്പൊ കോച്ചിനെ ചെയ്തത്. നേരത്തെ കുറച്ചുകൂടി നേരത്തെ ചെയ്തെങ്കിൽ കുറച്ച് നല്ല റിസൾട്ട് ഒക്കെ കിട്ടിയാണ്. കാരണം ബെസ്റ്റ് ഗോൾ കീപ്പറാണ്, വേൾഡിലെ നല്ലൊരു ഗോൾ കീപ്പറാണ്, ഒക്കെ നമുക്കറിയാം. പക്ഷെ നല്ലൊരു കോച്ച് ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു ഫസ്റ്റ് 11 ടീം ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നല്ല ക്രൂഷ്യൽ മാച്ചിലൊക്കെയാണ് 5 ചേഞ്ച് ഒക്കെ ഒരു ടീമിൽ ഇടുന്നത്. അതന്നെ ഒരു കോച്ചിന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ്. അപ്പൊ അതുകൊണ്ട് അവര് ഇത് കുറച്ച് നേരത്തെ ചെയ്തെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കുറച്ച് നല്ല റിസൾട്ട് വന്ന് ഒരു നല്ലൊരു പൊസിഷനിലെത്തായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇപ്പൊ എല്ലാ പൊസിഷനും പോയിട്ടാണ് ഇപ്പൊ കോച്ചിനെ ചേഞ്ച് ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്ത് ഇഷ്ടംമാതിരി നല്ല കോച്ചസ് ഉണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാത്ത കാരണമാണ് നമ്മുടെ അവിടുത്തെ നല്ല നല്ല കോച്ചസ് ലൈസൻസും പ്രോ ലൈസൻസ് എടുത്ത നല്ല കോച്ചസ് ഉണ്ട്. നല്ല റിസൾട്ട് നാഷണൽ ടീമിൽ വരെ നല്ല റിസൾട്ട് വന്ന ഇന്ത്യൻ കോച്ചസ് ഉണ്ട്. അതേപോലെ ഇപ്പൊ യങ് സൈഡിൽ തന്നെ നല്ല കോച്ചസ് ഉണ്ട്. അവർക്ക് ചാൻസ് കൊടുത്തിട്ട് അവർ പ്രൂവ് ചെയ്യട്ടെ. പിന്നെ ഇത്രയും ലൈസൻസ് ഈ ലൈസൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് വെറുതെ വീട്ടിൽ വയ്ക്കുള്ളതല്ല. ഇങ്ങനെയല്ല അവസരങ്ങൾ കൊടുത്താലേ അവർക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റുള്ളൂ. എല്ലാ ഫോറിൻ കോച്ചിനും കൊടുത്തിട്ട് ഫോറിൻ കോച്ചസ് വന്നിട്ട് ഇതന്നെ കാണിക്കണേ. അപ്പൊ നമുക്ക് ഇന്ത്യൻ പ്ലേയേഴ്സിനെ മനസ്സിലാക്കാൻ ഇന്ത്യൻ ടീമിന്റെ കോച്ചസ് ഉണ്ട്. അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ അവർക്ക് പ്രൂവ് ചെയ്യണം. അത് അവർക്ക് കൊടുക്കണം. തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിന്റെ കോച്ചസിന് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. ഇല്ല, ആ ടീം കളി കണ്ടറിയാം ഒരു സെറ്റ് ആവാത്തൊരു ടീമാണ്. കാരണം പ്രാക്ടീസ് മാച്ച് കളിക്കാൻ പോയി ഇത്രയും 3-4 മാസം കിട്ടി. അതുകൊണ്ട് ഒരു ടീമിന്റെ കളി മറ്റുള്ള ടീമിന്റെ കളി കണ്ട ഒരു ടീം ആ ടീമുകൾ തോറ്റാലും നമുക്ക് ആ ടീമിന്റെ കളി കണ്ടറിയാം. ആ ടീം ഗെയിം ഉണ്ടെന്ന് പറയാം. നമ്മുടെ ടീമിന് ഒരു ടീം ഗെയിമും ഇല്ല. എന്താ പറയാ, ഫസ്റ്റ് ആ കളി ജയിക്കുക തോൽക്കുക എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ഭയങ്കര എന്താ പറയാ, ഇവിടെ നമ്മുടെ സപ്പോർട്ടേഴ്സിനെ ഭയങ്കര വിഷമത്തില് ആക്കിയിട്ടാണ് ഇവര് കളിക്കുന്നത്. കാരണം ടീം ഗെയിം ഇല്ല അവരെടുത്തൊന്നാവുക. നമ്മളൊരു നല്ലൊരു ടീം ഗെയിം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരു ഭാഗ്യമില്ലാണ്ട് തോറ്റാണെന്നൊക്കെ പറയാം. നമ്മൾ അങ്ങനെയൊന്നല്ല, ഇത് തോൽക്കാൻ വേണ്ടി കളിക്കുന്ന പോലെ ഒരു ടീം ഗെയിം ഇല്ലാത്തൊരു കളിയാണ് കളിക്കുന്നത് നമ്മുടെ ടീം.